വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ലോസ് ഓഫ് മോഷൻ എന്നുള്ള ചാപ്റ്ററിലെ ഫ്രിക്ഷനിലെ ഒരു പാർട്ടാണ് ഫ്രിക്ഷൻ ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇത് പിന്നെ ലെവൽ ഗ്രൗണ്ടിലും ഇൻക്ലൈൻ പ്ലെയിനിലും ഒക്കെയുള്ള ഫ്രിക്ഷൻ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമുക്ക് നീറ്റിന് ആവശ്യമുള്ളതാണ്. ഞാൻ ഇൻക്ലൈൻ പ്ലെയിനിലെ ഫ്രിക്ഷൻ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം ഒരുപക്ഷെ ചിലപ്പോൾ ഒരല്പം കൺഫ്യൂസിങ് ആയിട്ട് തോന്നുന്ന ഒരു ഭാഗമായിട്ടാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല പ്രീവിയസ് ഇയറിൽ നീറ്റിന് 2013 മുതൽ തന്നെ ഈ ഇൻക്ലൈൻ പ്ലെയിനിലെ ഫ്രിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കോമൺ ആയിട്ട് ചോദിക്കാറുണ്ട്. സോ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക് തന്നെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ലോസ് ഓഫ് മോഷനിലെ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ ഒരു ബോഡി വെച്ചിരിക്കുകയാണ് എന്ന് വിചാരിക്കാം. ഇവിടെ ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഇവിടെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ ആണ്. നമ്മൾ സാധാരണ ഈ ടെക്സ്റ്റ് ബുക്കിലൊക്കെ മ്യൂ എസ് മ്യൂ കെ എന്ന് പറയുന്ന രണ്ട് കോഎഫിഷ്യന്റുകൾ കൊടുക്കാറുണ്ട്. അതായത് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. പക്ഷെ പലപ്പോഴും ചില ബുക്കിൽ നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചിലപ്പോൾ ചില ക്വസ്റ്റ്യനുകളിൽ മ്യൂ എസ് മ്യൂ കെ എന്ന രണ്ട് വാല്യൂകൾ കൊടുക്കാതെ ഒറ്റ വാല്യൂ തന്നെ കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ പോകുന്നത് കട്ടി ഇവിടെ ഇടയ്ക്ക് ചാരി പോയിട്ടേ ഇത് വന്ന് കുഴപ്പമില്ല. ഓക്കെ, നമ്മളിവിടെ അസ്യൂം ചെയ്യാൻ പോകുന്നത് മ്യൂ എസ് മ്യൂ കെ എന്ന് പറഞ്ഞ രണ്ട് കോഎഫിഷ്യന്റുകളില്ല ഒറ്റ വാല്യൂ മ്യൂ. ഒരു എം മാസ് ഉള്ള ഒരു ബോഡി ഇൻക്ലൈൻ പ്ലെയിനിൽ ഇരിക്കുകയാണ്. അപ്പോൾ എം മാസ് ഉള്ള ഒരു ബോഡി ഇൻക്ലൈൻ പ്ലെയിനിൽ ഇരിക്കുകയാണ്. ബോഡീന്റെ മാസാണ് എം. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഫ്രിക്ഷണൽ ഫോഴ്സ്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ പലരും ചാടി കയറി ഫ്രിക്ഷണൽ ഫോഴ്സ് ഇൻക്ലൈൻ പ്ലെയിൻ മ്യൂ എം ജി കോസ് തീറ്റ എന്നൊക്കെ കാണാൻ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഒരു കാര്യം ആലോചിക്കാം. ഇവിടെ ഇൻക്ലൈൻ പ്ലെയിനിൽ ബോഡി വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ വെറുതെ ഇരിക്കണ ഒരു ബോഡി ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡൗൺ ദ പ്ലെയിന് എം ജി സൈൻ തീറ്റയാണ് വെയിറ്റിന്റെ കോമ്പണന്റ്. ഞാനിത് എങ്ങനെ എം ജി സൈൻ തീറ്റ വന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ മിക്കവാറും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് എല്ലാവരും കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന സാധനമാണ്. ഡൗൺ ദ പ്ലെയിനിലുള്ള വെയിറ്റിന്റെ കോമ്പണന്റ് എം ജി സൈൻ തീറ്റയാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യത്തിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ബോഡി റെസ്റ്റിലാണ് എന്ന് മറക്കരുത്. ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ ഡൗൺ ദ പ്ലെയിനിലുള്ള കോമ്പണന്റ് എം ജി സൈൻ തീറ്റയാണ്. നിങ്ങൾ ഒന്നും സംശയിക്കേണ്ട, ഇവിടുത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എം ജി സൈൻ തീറ്റ തന്നെ ആയിരിക്കും. അതായത് അവിടെ നിങ്ങൾ ഈ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് മ്യൂവിന്റെ വാല്യൂ തന്നിട്ടുണ്ടാവും. ആ മ്യൂവിന്റെ വാല്യൂ തന്നിരിക്കുന്നത് ജസ്റ്റ് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രമാണ്. ആ വാല്യൂ ക്വസ്റ്റനിൽ ആവശ്യമേ വരുന്നില്ല. കാരണം വെയിറ്റിന്റെ ഡൗൺവേർഡ് കോമ്പണന്റ് എം ജി സൈൻ തീറ്റയാണ്. ബോഡി വെറുതെ ഇരിക്കുകയാണ്. ഒരു കാര്യം ഓർക്കുക, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ എത്രയാണോ താഴേക്കുള്ള ഫോഴ്സ് അത് തന്നെയാണ് മുകളിലേക്കുള്ള ഫോഴ്സും. ഈ ക്വസ്റ്റനിൽ നിങ്ങൾക്ക് ഒരിക്കലും മ്യൂ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഇൻക്ലൈൻ പ്ലെയിനിൽ ബോഡി താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നു. ഇപ്പൊ എത്രയാണ് ഫ്രിക്ഷൻ? അടുത്ത സംശയമാണ്. സ്ലൈഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിലാണെങ്കിൽ ഇപ്പോഴും ഫ്രിക്ഷൻ എം ജി സൈൻ തീറ്റ തന്നെയാണ്. അതിന് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ വെറുതെ ഇരുന്നാലും താഴത്തേക്ക് ഇനി മുകളിലേക്കാണ് സ്ലൈഡ് ചെയ്യുന്നത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ. ഒരു ബോഡി ഒരു കാര്യം ഒരിക്കലും കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഈ കേസിൽ ബോഡി മുകളിലേക്ക് സ്ലൈഡ് ചെയ്യില്ല എന്നുള്ള വേറെ കാര്യം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരില്ല. രണ്ട് പോസിബിലിറ്റി ഉള്ളൂ. എപ്പോഴാണ് മുകളിലേക്ക് സ്ലൈഡ് ചെയ്യുക എന്ന് നമുക്ക് പിന്നെ നോക്കാം. താഴെ നിന്നൊരു ഫോഴ്സ് കൊടുക്കേണ്ടി വരും. അപ്പോൾ രണ്ട് പോസിബിലിറ്റിയാണ്. ഒന്നുകിൽ ബോഡി റെസ്റ്റിൽ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴേക്ക് സ്ലൈഡ് ചെയ്യുന്നു. ഇങ്ങനെ എന്ത് ചോദിച്ചാലും ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് എം ജി സൈൻ തീറ്റ. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം, ഈ ഇൻക്ലൈൻ പ്ലെയിനിൽ ബോഡി വെച്ച് അത് താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ, ബോഡി കോൺസ്റ്റന്റ് വെലോസിറ്റിയിലല്ല താഴേക്ക് ആ ബോഡി ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരെയാണ്. അങ്ങനെ ആക്സിലറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വന്നാൽ ഓക്കെ മനസ്സിലാക്കാം. മുകളിലേക്കുള്ള പരമാവധി ഫ്രിക്ഷൻ മ്യൂ എം ജി കോസ് തീറ്റയാണ്. താഴേക്കുള്ള വെയിറ്റിന്റെ കോമ്പണന്റ് എം ജി സൈൻ തീറ്റ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ബോഡി താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നത്? എം ജി സൈൻ തീറ്റ മ്യൂ എം ജി കോസ് തീറ്റയേക്കാൾ കൂടുതലായതുകൊണ്ടായിരിക്കും ബോഡി താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നത്.
അങ്ങനെ വരുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എം ജി കോസ് തീറ്റയാണ്. ഓക്കെ, അപ്പൊ റിപ്പീറ്റ് ചെയ്യാം. ബോഡി റെസ്റ്റിലോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് വെലോസിറ്റിയിലോ ആണെങ്കിൽ ഫ്രിക്ഷൻ എം ജി സൈൻ തീറ്റ. ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഫ് ദ ബോഡി ആക്സിലറേറ്റ് ഡൗൺ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എം ജി കോസ് തീറ്റയാണ്. അപ്പോൾ ഒരു ചോദ്യം, ഇവിടെ ബോഡി റെസ്റ്റിലല്ല, എന്നാൽ ആ ബോഡി താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. അത് ആക്സിലറേഷൻ തുടങ്ങണ ഒരു ഇൻസ്റ്റന്റ് ഉണ്ടല്ലോ, ഒരു അറ്റ് ആൻ ഇൻസ്റ്റന്റ് ദ ബോഡി ബിഗിൻ ടു ആക്സിലറേറ്റ്. ആ സമയത്ത് എം ജി സൈൻ തീറ്റയും മ്യൂ എം ജി കോസ് തീറ്റയും ഒന്ന് തന്നെ ആയിരിക്കും. അപ്പം നിങ്ങൾ ഏത് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അതായത് ഇൻക്ലൈൻ ഈ പ്ലെയിന് ചരിച്ച് ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോൾ ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങും. ആ സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുന്ന ഇൻസ്റ്റന്റിലെ ഫ്രിക്ഷൻ എം ജി സൈൻ തീറ്റ ആയാലും മ്യൂ എം ജി കോസ് തീറ്റ ആയാലും കുഴപ്പമില്ല, അത് രണ്ടും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സിറ്റുവേഷൻ അനുസരിച്ച് ഉപയോഗിക്കാം. അപ്പോഴാണ് നമ്മൾ ടാൻ തീറ്റ ഈക്വൽ ടു മ്യൂ കിട്ടുന്നത്. ഈ തീറ്റയാണ് ഇവിടെ ആംഗിൾ ഓഫ് റീപോസ്. അപ്പോൾ ഞാൻ പറഞ്ഞൊന്ന് കൺക്ലൂഡ് ചെയ്യാം. ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ ബോഡി റെസ്റ്റിലാണെങ്കിലോ അല്ലെങ്കിൽ താഴത്തേക്ക് സ്ലൈഡ് ചെയ്യുകയാണെങ്കിലോ ഫ്രിക്ഷണൽ ഫോഴ്സ്, നോട്ട് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ സ്ലൈഡ് ചെയ്യുകയാണെങ്കിലോ ഫ്രിക്ഷൻ എം ജി സൈൻ തീറ്റ. ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് മ്യൂ എം ജി കോസ് തീറ്റ. ഇനി ഈ ആംഗിൾ കൂട്ടി ഒരു പ്രത്യേക ആംഗിളിൽ എത്തുമ്പോൾ ബോഡി സ്ലൈഡ് ചെയ്യാൻ തുടങ്ങണ ഒരു ഇൻസ്റ്റന്റിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എയ്തർ എം ജി സൈൻ തീറ്റ ഓർ മ്യൂ എം ജി കോസ് തീറ്റ എന്തായാലും കണക്കാണ്. ഇനി ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മളെ സാധാരണഗതിയിൽ ചോദിക്കാറുള്ള ഒരു സിറ്റുവേഷൻ പറയാം. ആ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോഡി ഒരു ഇൻക്ലൈൻ പ്ലെയിനിൽ വെച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇൻക്ലൈൻ പ്ലെയിനിൽ ബോഡി വെക്കുമ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഈ ബോഡി സ്ലൈഡ് ചെയ്യാതിരിക്കാൻ മുകളിലേക്ക് എത്ര ഫോഴ്സ് കൊടുക്കണം എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ബോഡി സ്ലൈഡ് ചെയ്യാതിരിക്കാൻ മുകളിലേക്ക് എത്ര ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്? മിനിമം ഫോഴ്സ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ ബോഡി ഫ്രം സ്ലൈഡിങ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ബോഡി സ്ലൈഡ് ചെയ്യാതിരിക്കാൻ നമ്മൾ മുകളിലേക്ക് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓൾറെഡി മുകളിലേക്ക് ഉണ്ട് എന്ന് മറക്കരുത്. മാക്സിമം ഫ്രിക്ഷൻ മ്യൂ എം ജി കോസ് തീറ്റ. വെയിറ്റിന്റെ കോമ്പണന്റ് താഴേക്ക് ആക്ട് ചെയ്യും, അത് എം ജി സൈൻ തീറ്റ. ഓക്കെ, നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത്? നിങ്ങൾ സ്ലൈഡിങ് സ്റ്റോപ്പ് ചെയ്യാനാണ് ഫോഴ്സ് കൊടുക്കുന്നത്. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തിനാ ശ്രമിക്കുന്നത്? ഫ്രിക്ഷണൽ ഫോഴ്സും സ്ലൈഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഉദ്ദേശവും ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഉദ്ദേശവും ഒന്ന് തന്നെയാണ്. രണ്ടുപേരും സ്ലൈഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു. സ്ലൈഡ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരാണ്? എം ജി സൈൻ തീറ്റ. ഉടനെ ഒരേ ഉദ്ദേശമുള്ള രണ്ടുപേര് പരസ്പരം സഹായിക്കും. അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങളും ഫ്രിക്ഷനും കൂടെ ചേർന്ന് എം ജി സൈൻ തീറ്റയെ എതിർക്കുന്നു. അങ്ങനെ ആലോചിക്കാം, എഫ് പ്ലസ് മ്യൂ എം ജി കോസ് തീറ്റ ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. അപ്പൊ നിങ്ങൾ കൊടുക്കേണ്ട ഫോഴ്സ് എന്തായിരിക്കും? എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ എം ജി കോസ് തീറ്റ, അല്ലെങ്കിൽ എം ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. ഓക്കെ, അപ്പോൾ ഒരു ബോഡീനെ നിങ്ങൾ സ്ലൈഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഫോഴ്സ് എം ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റയാണ്. ഓക്കെ, ഒരുപക്ഷെ ഇത് സാധാരണ കുട്ടികൾക്ക് അറിയുന്നതായിരിക്കാം. എന്നാൽ ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഈ ബോഡീനെ മുകളിലേക്ക് പുഷ് ചെയ്യണമെങ്കിൽ എത്ര ഫോഴ്സ് വേണം എന്ന് ചോദിച്ചാൽ അവിടെ അർത്ഥം മാറിപ്പോയി. നിങ്ങൾ നേരത്തെ ഫോഴ്സ് കൊടുത്തത് സ്ലൈഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാനാണ്. അപ്പോൾ ഫ്രിക്ഷൻ നിങ്ങളെ സഹായിച്ചു. കാരണം റിലേറ്റീവ് മോഷൻ തടയാനാണ് ഫ്രിക്ഷനും ശ്രമിക്കുന്നത്, നിങ്ങളും ശ്രമിക്കുന്ന അതാണ്. ഇപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ ബോഡിയെ മുകളിലേക്ക് തള്ളുമ്പോൾ നിങ്ങൾ അവിടെ റിലേറ്റീവ് മോഷൻ ഉണ്ടാക്കുകയാണ്. അത് ഫ്രിക്ഷൻ ഇഷ്ടപ്പെടില്ല. നേരത്തെ ഫ്രിക്ഷൻ നിങ്ങളെ സഹായിക്കാനുള്ള കാരണം നിങ്ങൾ റിലേറ്റീവ് മോഷനെ തടയാൻ ശ്രമിച്ചതുകൊണ്ടാണ്. ഇപ്പോ ഫ്രിക്ഷണൽ ഫോഴ്സ് ഇപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് നിങ്ങളെ ഒപ്പോസ് ചെയ്യും. കാരണം നിങ്ങൾ ബോഡീനെ മുകളിലേക്ക് പുഷ് ചെയ്യാണ്. അപ്പോൾ ഒരു ചെറിയ മാറ്റം നമുക്കിതിൽ വരുത്താം. എന്താണ് ആ ചെറിയ മാറ്റം? നോക്കാം. ഇവിടെ നിങ്ങൾ വരുത്തേണ്ട ചെറിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സാധനം, അതായത് മ്യൂ എം ജി കോസ് തീറ്റ എന്നുള്ള കോമ്പണന്റ് താഴേക്ക് വരും. ദാറ്റ്സ് ഈക്വൽ ടു ഈ താഴേക്ക് വരുന്ന കോമ്പണന്റ് പ്ലസ് മ്യൂ എം ജി കോസ് തീറ്റ. അപ്പൊ നിങ്ങൾ ബോഡീനെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ കൊടുക്കേണ്ട ഫോഴ്സ് എം ജി ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ ആയിരിക്കും. മറക്കരുത്,
നിങ്ങൾ സ്ലൈഡിങ് പ്രിവെന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ, അതായത് ഫോഴ്സ് റിക്വയർഡ് ടു സ്റ്റോപ്പ് ദ സ്ലൈഡിങ് mg ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. നിങ്ങൾ ബോഡീനെ മുകളിലേക്ക് പുഷ് ചെയ്യാനാണ് ഫോഴ്സ് കൊടുക്കണമെങ്കിൽ mg ഇൻറ്റു സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ. ഒരു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം, ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാം. സ്ലൈഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് F ആണ്, ബോഡീനെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് 2F ആണ്. അപ്പോൾ എത്രയാണ് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്നാണ് ചോദ്യം. ചോദ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ. സ്ലൈഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് F, ബോഡീനെ മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് 2F. അങ്ങനെയാണെങ്കിൽ എന്താണ് കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ? തീർച്ചയായിട്ടും ഇതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വേറൊരു ഫോർമുലയുടെ ആവശ്യമില്ല. നല്ല വേഗത്തിൽ പ്രോബ്ലം ചെയ്യാൻ കഴിയുന്ന കുട്ടികൾക്ക് ഇവിടെ Fഉം ഇവിടെ 2Fഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മാർഗം ഉപയോഗിക്കാവുന്നത് n-1/n+1 ഇൻറ്റു ടാൻ തീറ്റ ഉപയോഗിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് ഗുണമുള്ള ഒരു പഠിച്ചു കഴിഞ്ഞാൽ ഗുണമുള്ള ഒരു ഇക്വേഷൻ ആണ്. അത് സ്ലൈഡ് ചെയ്യിക്കാൻ വേണ്ട ഫോഴ്സ് F, സ്ലൈഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് F, മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ട ഫോഴ്സ് 2F. അപ്പൊ n-ന്റെ വാല്യൂ 2 ആണല്ലോ. അപ്പൊ 2 - 1/2 + 1, അതായത് 1/3 ടാൻ തീറ്റയാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മ്യൂ ഈക്വൽ ടു 1/3 ടാൻ തീറ്റ എന്ന് കിട്ടും. ഇവിടെ ഇതിനകത്ത് നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിച്ച ടെക്നിക്ക് എന്ന് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായി കാണും, ചിലർക്ക് ഒരുപക്ഷെ മനസ്സിലായി കാണില്ല. അതായത് സ്ലൈഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ട ഫോഴ്സിനെ നിങ്ങൾ F ആയിട്ടും മുകളിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ട ഫോഴ്സിനെ NF ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ മ്യൂ ഈക്വൽ ടു n-1 ഡിവൈഡഡ് ബൈ n+1 ഇൻറ്റു ടാൻ തീറ്റ. ഒരു കാര്യം, നിങ്ങൾക്ക് ഈ സാധനം ഓർമ്മയില്ലെങ്കിൽ ഒരു പേടിയില്ല, നിങ്ങൾക്ക് 2 ഇക്വേഷൻസ് ഉണ്ട്, അത് സോൾവ് ചെയ്യാം. ഇങ്ങനെയുള്ള ഷോർട്ട് കട്ടുകൾ നിങ്ങൾ ഓർമ്മിക്കാൻ ശ്രമിക്കുക, പഠിക്കാൻ ശ്രമിക്കുക. പക്ഷെ ഇതൊന്നും പഠിക്കണമല്ലോ എന്ന് ഓർത്ത് ടെൻഷൻ ആവണ്ട. കാരണം കൺവെൻഷണൽ രീതിയിൽ ചെയ്യുന്നതിനേക്കാൾ ഒരല്പം ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അഥവാ ഇത് ഓർമ്മയില്ലെങ്കിൽ പോലും ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ ഷോർട്ട് കട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യരുത്. ആ ഷോർട്ട് കട്ട് എവിടുന്ന് വന്നു, അതിൻ്റെ മദർ ഇക്വേഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഒരിക്കലും ഷോർട്ട് കട്ടിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. പക്ഷെ നിങ്ങളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ബൈ എക്സ്പീരിയൻസ് നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് ഓർമ്മ വന്നാൽ അത് ഉപയോഗിച്ചാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ 2013 നീറ്റിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വേറൊരു സിറ്റുവേഷൻ ആണ്. അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഞാൻ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഞാൻ ആദ്യം ആ ക്വസ്റ്റ്യൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ പകുതി ഭാഗം സ്മൂത്താണ്, പകുതി ഭാഗം റഫാണ്. ഒരു ബോഡി ഇതിൻ്റെ ടോപ്പിൽ നിന്ന് സ്ലൈഡ് ചെയ്യുന്നു, അതായത് u ഈക്വൽ ടു 0. ആ ബോഡി ഇതിൻ്റെ ബോട്ടത്തിൽ ആ ബോഡി റെസ്റ്റിലേക്ക് വന്നു. അതായത് സ്റ്റാർട്ടിംഗ് വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ആ ചോദ്യം ഈ ആംഗിൾ തീറ്റയാണ്. ആ ചോദ്യം ഇത് തന്നെയായിരുന്നു, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് മ്യൂ എന്നാണ്. ഒരുപക്ഷെ അന്ന് പല കുട്ടികളെയും കൺഫ്യൂഷൻ ആക്കിയ ഒരു ചോദ്യമാണ്. ഇവൻ ഒരുപക്ഷെ പല ടീച്ചേഴ്സിനെ പോലും കൺഫ്യൂഷൻ ആക്കിയ ഒരു ചോദ്യമാണ്. കാരണം ഇതിനകത്ത് വേറെ ഡാറ്റയൊന്നുമില്ല. ഇവിടെ തീറ്റ ഗിവൺ ആണ്. ഒരു ഇൻക്ലൈൻ പ്ലെയിൻ്റെ പകുതി ഭാഗം സ്മൂത്ത് ആണ്, ബാക്കി പകുതി ഭാഗം റഫാണ്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നൊരു സാധനം, ഇത് ഇൻക്ലൈൻ പ്ലെയിൻ ആയതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, ഈ ആദ്യത്തെ പകുതിയിൽ ബോഡി ആക്സിലറേറ്റ് ചെയ്തു, പിന്നത്തെ പകുതിയിൽ ബോഡി റിട്ടാർഡ് ചെയ്തു. അല്ലാതെ നമ്മളൊരു നിർത്തിയിട്ട കാറ് മുന്നോട്ട് എടുക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ഫൈനൽ വെലോസിറ്റി 0 ആണ്. ഒരു എക്സാമ്പിൾ, നിർത്തിയിട്ടൊരു കാറ് നമ്മൾ മുന്നോട്ട് എടുക്കുന്നു. അവിടെ എന്താ ചെയ്തത്? കാർ ആദ്യം ആക്സലറേറ്റ് ചെയ്തു, പിന്നെ റിട്ടാർഡ് ചെയ്തു. ഒരിക്കലും കാർ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോകുന്ന സിറ്റുവേഷൻ പ്രാക്ടിക്കലി ഉണ്ടോ എന്നറിയില്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി 0. ബോഡി ആദ്യം ആക്സലറേറ്റ് ചെയ്യുന്നു, പിന്നെ റിട്ടാർഡ് ചെയ്യുന്നു. ഇതിന്റെ കൺവെൻഷണൽ രീതി എന്താണ് നമുക്ക് നോക്കാം. ഇത് രണ്ടും ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഇനി ഈക്വൽ ഡിസ്റ്റൻസ് അല്ലെങ്കിലും യാതൊരു പ്രശ്നവുമില്ല. തൽക്കാലം ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വെലോസിറ്റിയെ v എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളെ മനസ്സിലേക്ക് ഒരു പക്ഷേ മോഷൻ ഇൻ സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും വരുന്നത്. ഇവിടെ v² ഈക്വൽ ടു 0² പ്ലസ് 2 ഇൻറ്റു g സൈൻ തീറ്റ ഇൻറ്റു എസ്. കാരണം സ്മൂത്ത് പ്ലെയിനിലെ ആക്സലറേഷൻ g സൈൻ തീറ്റ ആണെന്ന് സ്വാഭാവികമായിട്ടും അറിയുന്നതാണ്. ഇവിടുത്തെ ആക്സലറേഷൻ, ഈ റഫ് പ്ലെയിനിലെ ആക്സലറേഷൻ പെട്ടെന്ന് എല്ലാവരും ചെയ്യുന്ന ഇക്വേഷൻ ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും: 0² ഈക്വൽ ടു v² മൈനസ്
2 ഇൻറ്റു ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ ഇൻറ്റു എസ്. കാരണം സ്മൂത്ത് പ്ലെയിനിലെ ആക്സലറേഷൻ ജി സൈൻ തീറ്റ, റഫ് പ്ലെയിനിലെ ആക്സലറേഷൻ ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ. പക്ഷേ അതവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് തെറ്റാണ്. കാരണം ഇത് റഫ് പ്ലെയിൻ ആണ്. റഫ് പ്ലെയിൻ ആയതുകൊണ്ട് റഫ് പ്ലെയിനിൽ ഈ ബോഡി റെസ്റ്റിലേക്ക് വരുന്നതിൻ്റെ അർത്ഥം ഇത് ആക്സിലറേറ്റ് ചെയ്യല്ല, ബോഡി റിട്ടാർഡ് ചെയ്യാണ്. അപ്പോൾ അവിടെ തെറ്റിക്കരുത്. ഇവിടെ വരേണ്ടത് സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ അല്ല. ഇതൊരു കോമൺ മിസ്റ്റേക്ക് ആണ് സാധാരണ കുട്ടികൾക്ക് സംഭവിക്കുന്നത്. ഈ ടേം സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ അല്ല, പകരം മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റയാണ്. ഓക്കെ, ഒരു വട്ടം കൂടെ. സ്മൂത്ത് പ്ലെയിനിൽ ആക്സലറേറ്റ് ചെയ്താൽ ജി സൈൻ തീറ്റ, റഫ് പ്ലെയിനിൽ ആക്സലറേറ്റ് ചെയ്താൽ ജി ഇൻറ്റു സൈൻ തീറ്റ മൈനസ് മ്യൂ കോസ് തീറ്റ, റഫ് പ്ലെയിനിൽ റിട്ടാർഡ് ചെയ്താൽ, അങ്ങനെ പലപ്പോഴും പലരുടെയും മെമ്മറി ഇല്ലാത്തൊരു സാധനമാണ്, റഫ് പ്ലെയിനിൽ റിട്ടാർഡ് ചെയ്ത ജി ഇൻറ്റു മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. എന്തുകൊണ്ടാണ് റിട്ടാർഡ് ചെയ്യുന്നത്? ഫ്രിക്ഷൻ വെയിറ്റിന്റെ കോമ്പണന്റിനേക്കാൾ കൂടുതലാവുന്നത് കൊണ്ടാണല്ലോ റിട്ടാർഡ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റിന്റെ കോമ്പണന്റ് ആണ് കൂടുതലുള്ളത്. ഓക്കെ, ഇനി ഇവിടെ വി സ്ക്വയറിന്റെ രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യുന്നു. 2g sin theta into s equal to 2g into mu cos theta minus sin theta into s. നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഇനി കുട്ടികൾക്ക് ജി എല്ലാം കട്ട് ചെയ്യുന്നു, എസ് കട്ട് ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്തിട്ട് മ്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ഇതാണ് ഒരുപക്ഷെ കൺവെൻഷണൽ ആയിട്ടുള്ള രീതി. ഇതല്ലാതെ നിങ്ങൾക്ക് മറ്റൊരു രീതിയിൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. അതായത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈനിൽ നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും. ഒരു ബോഡി, ഞാനിപ്പോൾ തൽക്കാലം ഇത് സോൾവ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബാക്കി ചെയ്യാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇതിന്റെ സൊല്യൂഷൻ പറഞ്ഞു തരാം. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്നു. ഇനീഷ്യൽ വെലോസിറ്റി 0, ഫൈനൽ വെലോസിറ്റി 0. ബോഡി ആദ്യം ആക്സിലറേറ്റ് ചെയ്യുന്നു, ആക്സിലറേഷൻ ഈക്വൽ ടു ആൽഫ. പിന്നീട് റിട്ടാർഡ് ചെയ്യുന്നു, റിട്ടാർഡേഷൻ ഈക്വൽ ടു മൈനസ് ബീറ്റ. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് S1, ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് S2. അപ്പോൾ ഒരു ബോഡി ആദ്യം ആക്സിലറേറ്റ് ചെയ്യും, പിന്നെ റിട്ടാർഡ് ചെയ്യും ചെയ്യുകയാണെങ്കിൽ ഈ ആക്സിലറേഷൻ ഇൻറ്റു ആക്സിലറേറ്റഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു റിട്ടാർഡേഷൻ ഇൻറ്റു റിട്ടാർഡഡ് ഡിസ്റ്റൻസ് ആയിരിക്കും. ഒരു പക്ഷേ ഈ റിസൾട്ട് സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു പക്ഷേ അറിയുന്നുണ്ടാവും, അറിയാത്തവർ നോട്ട് ചെയ്യാം. ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും 0 ആണ്. അപ്പോൾ ആക്സിലറേഷൻ ഇൻറ്റു ആക്സിലറേറ്റഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു റിട്ടാർഡേഷൻ ഇൻറ്റു റിട്ടാർഡഡ് ഡിസ്റ്റൻസ്. ആ റിസൾട്ട് ഒരു പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. ഇവിടുത്തെ ആക്സിലറേഷൻ ജി സൈൻ തീറ്റ ഇൻറ്റു ആക്സിലറേറ്റഡ് ഡിസ്റ്റൻസ് എസ്. ഇവിടുത്തെ റിട്ടാർഡേഷൻ ജി ഇൻറ്റു മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ മ്യൂ കോസ് തീറ്റ ജി ഇൻറ്റു മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അവിടെ നോക്കൂ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റെപ്പിലേക്ക് പോവാണ്. അവിടെ നമ്മൾ ഇങ്ങനെ ഇത്രയും ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റെപ്പിലേക്കാണ് പോകുന്നത്. പക്ഷെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സാധനം ഇതാണ്, ആക്സലറേഷൻ ഇൻറ്റു ആക്സലറേറ്റഡ് ഡിസ്റ്റൻസ് ഈക്വൽ ടു റിട്ടാർഡേഷൻ ഇൻറ്റു റിട്ടാർഡ് ഡിസ്റ്റൻസ്. ഇത് നമ്മൾ സോൾവ് ചെയ്താൽ ജിയും കട്ട് ചെയ്യുന്നു. 2 സൈൻ തീറ്റ ഈക്വൽ എസും കട്ട് ചെയ്യുന്നു. 2 സൈൻ തീറ്റ ഈക്വൽ ടു മ്യൂ കോസ് തീറ്റ. നോക്കൂ, നമുക്ക് വളരെ എളുപ്പത്തിൽ സാധനം ചെയ്യാൻ പറ്റും. മ്യൂ ഈക്വൽ ടു 2 ടാൻ തീറ്റ. പക്ഷെ ഈ റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്കൊരു പക്ഷേ വളരെ എളുപ്പത്തിൽ ഈ സാധനം ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് ഇനിയിപ്പോൾ S1 S2 അൺഈക്വൽ ആണ് എന്ന് വിചാരിക്കാം. ഇവിടെ S1 S2 ഈക്വൽ ആണ്, അല്ല നമുക്ക് അതിന് പകരം അൺഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സൈൻ തീറ്റ ഇൻറ്റു S1 ഓക്കെ. ഇനി S1 S2 അൺഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സൈൻ തീറ്റ ഇൻറ്റു ഓക്കെ. ഇനി S1 S2 അൺഈക്വൽ ആണെങ്കിൽ എന്ത് സംഭവിക്കും? സൈൻ തീറ്റ ഇൻറ്റു S1 ഈക്വൽ ടു ഇവിടെ മ്യൂ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു S2. ഓക്കെ, അപ്പൊ ഇതിനകത്തുനിന്ന് S1 പ്ലസ് S2 ഇൻറ്റു സൈൻ തീറ്റ ഈക്വൽ ടു മ്യൂ ഇൻറ്റു S1 കോസ് തീറ്റ. മ്യൂ ഈക്വൽ ടു S1 പ്ലസ് S2 ബൈ S1 ഇൻറ്റു
ടാൻ തീറ്റ എന്ന് വരും. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് രീതികൾ കൂടാതെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു രീതിയിലൂടെ പ്രോബ്ലം ചെയ്യാം, അതായത് യൂസിങ് ദിസ് ഷോർട്ട് കട്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഈ ഷോർട്ട് കട്ട് ഒന്നും കമ്പൽസറി അല്ല, ഇത് വൺ ഓഫ് ദ ഓപ്ഷൻ മാത്രമാണ്. അപ്പം അങ്ങനെ കണ്ടാൽ മതി. ഇവിടെ രണ്ട് പ്ലെയിനും ഈ ഷോർട്ട് കട്ട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ആൻസർ ചെയ്യാം. കാരണം ഈ പ്ലെയിൻ്റെ ലെങ്ത് എസ് ആണ്, ഈ പ്ലെയിൻ്റെ ലെങ്ത്തും എസ് ആണ്. നിങ്ങൾ ഒറിജിനൽ ലെങ്ത് എടുക്കണ്ട, അതിൻ്റെ റേഷ്യോ എടുത്താൽ മതി. ഇത് രണ്ടും 1:1 ആണ് റേഷ്യോ. 1:1 ആയതുകൊണ്ട് 1 + 1/1 × tan θ, അതായത് യു ഗെറ്റ് ദ ആൻസർ 2 tan θ. അപ്പോൾ നമ്മൾ മൂന്ന് വ്യത്യസ്ത രീതികളാണ് പറഞ്ഞത്. ഒന്ന് നിങ്ങൾക്ക് സാധാരണ സ്ട്രെയിറ്റ് ലൈനിൽ u² + 2as വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിസൾട്ട് ഉപയോഗിക്കാം, ആക്സലറേഷൻ ഇൻറ്റു ആക്സലറേറ്റഡ് ഡിസ്റ്റൻസ് = റിട്ടാർഡേഷൻ ഇൻറ്റു റിട്ടാർഡ് ഡിസ്റ്റൻസ്. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു റിസൾട്ടൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചാൽ സാധാരണ ഇതിൽ നിങ്ങളുടെ നിങ്ങളുടെ പഠിക്കുന്ന രീതി ഇതിനെ മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ there is no need to learn this. പഠിക്കേണ്ട കാര്യമില്ല. ഒരു വേറൊരു ഓപ്ഷൻ കൂടിയാണ്, വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. S1 + S2/S1 × tan θ ചെയ്യാം. ഈ ഫോമുല ഉപയോഗിക്കുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കാം, അഥവാ ഈ സ്മൂത്ത് പ്ലെയിന് 1/3 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. 1/3 S/3. ഇത് 2/3 ഓഫ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് എന്ന് വിചാരിക്കാം. അവിടെ നിങ്ങൾ ഈ S/3 വാല്യൂ ഒന്നും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ ഇത് 1/3 ആണ്, ഇത് 2/3 ആണ്. അപ്പോൾ അതിന്റെ റേഷ്യോ എത്രയാണ്? 1:2. അപ്പോൾ ഇവിടെ വരുമ്പോൾ 1 + 2/1, അതായത് 3 tan θ ആൻസർ വരും. ഇനി അതല്ല, ഇത് 1/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഈക്വൽ അല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് 4/5 ഓഫ് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ മ്യൂവിന്റെ വാല്യൂ എങ്ങനെ കാണും? ഇത് 1 ആണ്, റേഷ്യോ 1:4, 1:4 ആണ്. അപ്പോൾ 1:4 ആയതുകൊണ്ട് S1 + S2/S1 ആണ്. അപ്പോൾ 1 + 4 / 1, അതായത് 5 tan θ വരും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതാണ് S1 + S2 / S1 × tan θ ആണ് മ്യൂവിൻ്റെ വാല്യൂ. ഓക്കെ, 2013 നീറ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അന്ന് പല കുട്ടികളും പല രീതിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഈ പാർട്ട് ഫ്രിക്ഷൻ ഓൺ ആൻ ഇൻക്ലൈൻ പ്ലെയിൻ നീറ്റ് പലതവണ സ്ഥിരമായി ചോദിച്ചിട്ടുള്ള ഒരു പാർട്ടാണ്. സോ ഈ പാർട്ടിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കാം. സോ ഇനി അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ തീർച്ചയായിട്ടും വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഇതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.